എന്തായാലും നാളെ വരെ നമുക്കിതിങ്ങനെ വിട്ടു നോക്കാം. എന്തെങ്കിലും ലീക്ക് വല്ലതും ഉണ്ടെന്നുണ്ടോ അറിയാമല്ലോ. ഗാബി അപ്പം നമുക്ക് വരയ്ക്കാത്തേക്ക് പോയാലോ? പപ്പയ്ക്ക് ഇന്ന് പോകാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ബാ. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നമുക്ക് രാവിലെ കാലിഫോർണിയയിലെ ട്രേസിലേക്ക് ഒരു ട്രിപ്പുണ്ട്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ നീനുസും കൂടെ. അപ്പോൾ നമ്മൾ വേണ്ട ഷോപ്പിങ്ങിന് വരുന്നത് ഓറഞ്ചിലെ വാൾമാർട്ടിലാണ് മെയിനായിട്ട് കേട്ടോ. എല്ലാം ഉണ്ട്. നോഫ്രിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെൽബണിൽ നമുക്കൊരു കടയുണ്ട്, അവിടെ ആയിരിക്കും. ഇന്നിപ്പോൾ ഇത്രയും എലാബറേറ്റ് ആയിട്ടൊരു ഷോപ്പിങ്ങിന് നമ്മൾ വാൾമാർട്ടിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രിപ്പ് പോയിട്ട് വരുന്ന വീക്കെൻഡിൽ നമ്മൾ ടോബർമോറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി ഐലൻഡ് ഉണ്ട്, ഫ്ലവർ പോട്ട് ഐലൻഡിൽ. അവിടെ ഞാനും പിങ്കിമോനും നീനായും കൂടെ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് 2 ദിവസത്തെ. ആ ഒരു ഐലൻഡിൽ 6 ക്യാമ്പിംഗ് സ്പോട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു ബാക്ക് കൺട്രി ക്യാമ്പിങ് അടിപൊളിയായിരിക്കും എന്തായാലും. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക. നമുക്ക് ഈ ട്രിപ്പ് പോയിട്ട് അതെ തീർച്ചയായിട്ടും നമ്മളെല്ലാം. അപ്പം നമ്മൾ ആ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നാൽ നേരെ അടുത്ത ദിവസം രാവിലെ തന്നെ ക്യാമ്പിങ്ങിന് പോകാനുള്ള. അപ്പോൾ പിന്നീട് ഷോപ്പിങ്ങിന് സമയമില്ല. അപ്പോൾ വേണ്ട കുറച്ച് സപ്ലൈസ് എല്ലാം കൂടെ മേടിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഗ്രോസറി ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഇതിനെന്നാ വില? നൈസ്. വലുതല്ലേ ഇത്? അത് ഏറ്റവും വലുത് എടുത്തോളാം. അതാകുമ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്താലേ, മഴ പെയ്താൽ നമുക്ക് അതിൻ്റെ അടി കസേരയിട്ട് ഇരിക്കാനല്ലേ പറ്റും, അല്ലെ ഈ ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കണ്ടേ. എന്തിനാ ഇത്? ചിക്കൻ. വലിയ വലിയ സെറ്റപ്പുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വാൾമാർട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും 2-3 ചെറിയ കയറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അത് കിട്ടിയില്ല. അത് മേടിക്കാൻ വേണ്ടി ഡോളറമേ വന്നതാണ്. പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തി. നമ്മുടെ കയ്യിൽ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു ബോട്ടുണ്ട്, കാറ്റടിച്ചിട്ട് ഉയർപ്പിക്കുന്നത്. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല, ഇപ്പോൾ 2-3 കൊല്ലമായി നമ്മുടെ ഉള്ള ഒരു അടിപൊളി റാഫ്റ്റാണ്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് അതിൻ്റെ അകത്ത് നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഐലൻഡിലേക്കല്ലേ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ അത് കാറ്റടിച്ച് ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കിട്ടിയിരുന്ന ഒരു പമ്പ് നഷ്ടപ്പെട്ടിട്ട് കുറേ നാളായി. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പമ്പ് മേടിച്ചിട്ടുണ്ട്, ഒരു ഹാൻഡ് പമ്പ്. അത് വർക്കിംഗ് ആണോ, അതുകൂടാതെ ഇൻഫ്ലേറ്റബിൾ ബോട്ട് ആയതുകൊണ്ട് അതിനുള്ള ലീക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കാം. ലീക്ക് ഉള്ളത് കൊണ്ട് പോയാൽ അവിടെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. വെള്ളത്തിൽ കളിക്കാൻ ബോട്ടില്ലാതെ തന്നെ. Guys, since we missed one of the main characters of the show, we're calling her right now. So you can talk to her while we do this vlog. Amma, say hi. Hello, ജോലിക്ക് പോയില്ലേ, കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഞാൻ ജോലിക്ക് പോയി. ശരിക്കും ഇതിന്റെ മോട്ടർ വെച്ചിട്ടുള്ള പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇലക്ട്രിക് പമ്പുകൾക്കൊക്കെ റേറ്റും കൂടുതലാണ്. തന്നെയല്ല നമ്മൾ പോകുന്ന ഐലൻഡിൽ ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ സമയം കളയണ്ടെന്ന് ഓർത്ത് നമ്മൾ ഹാൻഡ് പമ്പാണ് മേടിച്ചേക്കുന്നത്. ഈ മേടിച്ചേക്കുന്ന ഒസാർ ട്രെയിൽ ഔട്ട്ഡോർ എക്വിപ്മെന്റ് എന്ന് പറയുന്ന വാൾമാർട്ടിൽ നിന്ന് മേടിച്ചൊരു സാധനം ഇത്. ഇതാണ് പമ്പ്. സാധാരണ ഈ ഒരു സ്പെക്ട് സാധനം തന്നെ മേടിച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതിനകത്തൊക്കെ കാറ്റടിക്കാൻ വലിയ പാടായിരിക്കും. കാരണം അതിൻ്റെ ആ കാറ്റ് പോകാനുള്ള വാൽവ് വലിയ വാൽവാണ്. അവിടെയുള്ള സാധാരണ ചെറിയ പമ്പ് കൊണ്ടൊന്നും നടക്കില്ല. എന്തായാലും പമ്പ് കൊള്ളാം കേട്ടോ. ഇത് ഇത്രയും വലിയൊരു റാഫ്റ്റ്, ഇതാണ് നമ്മുടെ ഫാമിലി റാഫ്റ്റ്. ഏകദേശം 3-4 കൊല്ലമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പോയാലും ഇത് വെച്ച് നമ്മൾ തുഴഞ്ഞൊക്കെ പോയി നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പമ്പില്ലായിരുന്നു, വേറൊരു പമ്പായിരുന്നു. അത് വർക്ക് ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊണ്ടുപോയി കേട്ടോ. അത് വർക്കായില്ല. എന്നിട്ട് അവസാനം നീന ഊതി ഉറപ്പിക്കുമായിരുന്നു. പക്ഷെ അതോടുകൂടി നമ്മുടെ സകല ഗ്യാസും പോയി, ഊതി ഉയർപ്പിച്ചോടുകൂടി. അന്ന് തീരുമാനിച്ച ഒരു പമ്പില്ലാതെ പോക്ക് നടക്കില്ലെന്ന്. ഈ ഒരു പമ്പും കൊണ്ട് ഇത്രയും വലിയൊരു റാഫ്റ്റ് നമുക്ക് ഏകദേശം 2 മിനിറ്റ് ഉയർപ്പിക്കാൻ പറ്റി. ഹാൻഡ് പമ്പ് വലിയ സൈസും ഇല്ല, ചെറിയൊരു സാധാരണ സൈസേ ഉള്ളൂ. ഇപ്പം കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപകാരപ്പെടുമല്ലോ. അപ്പം എന്തായാലും നാളെ വരെ നമുക്കിതിങ്ങനെ വിട്ടു നോക്കാം. എന്തെങ്കിലും ലീക്ക് വല്ലതും ഉണ്ടെന്നുണ്ടോ അറിയാമല്ലോ. ഗാബി അപ്പം നമുക്ക് വരയ്ക്കാത്തേക്ക് പോയാലോ? പപ്പയ്ക്ക് ഇന്ന് പോകാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ബാ. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ദിവസം അങ്ങ് പെട്ടെന്ന് തീർന്നു. ഇനിയിപ്പം
നമുക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് യാത്രയ്ക്ക് പുറപ്പെടണം. അതാണ് പരിപാടി. പെങ്കാപ്പി സമയം ഒത്തിരി കിടക്കണ്ടേ? സമയം 12 മണിയായി. കിടക്കണ്ടടാ. ഫാൻസി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്ന പോലെ കിനുവ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്നത് പോലെ തിളപ്പിച്ച് വാർക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം കുറച്ച് പുഴുങ്ങിയ മുട്ട, പിന്നെ വലിയ ഫാൻസി സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ചിക്കൻ കറി. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് നമ്മുടെ വണ്ടിക്കകത്ത് താങ്ക്സ് പറയുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ ബാക്കിലത്തെ ഫ്ലാഷേഴ്സ് ഓൺ ആക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ സ്വിച്ചിൻ്റെ പേര് കേർട്ടസി സ്വിച്ച് എന്നാണ് കേട്ടോ. നമ്മൾ വോൾവോയ്ക്കകത്ത് അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല, നമ്മൾ ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ റോളിംഗ് ലൈഫ് ലോ ഓടിക്കുന്ന വോൾവോയാണെന്നും അതിൻ്റെ അകത്ത് കേർട്ടസി സ്വിച്ച് ഉണ്ടെന്നും. അപ്പോൾ ബ്രോനെ പോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന നിങ്ങൾ തരുന്ന ഇൻപുട്സൊക്കെ നമുക്ക് വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോസ് കാണുന്ന പലർക്കും ഇതുപോലത്തെ ഓരോരോ അറിവുകൾ ഷെയർ ചെയ്തൊക്കെ മുന്നോട്ടങ്ങ് പോവാം അല്ലേ. അതുപോലെ അജിത് ബ്രോയാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ഒരു കോമ്പറ്റീഷൻ. അതായത് ആദ്യമൊക്കെ നമ്മുടെ ചാനലിന് റീച്ച് തീരെ കുറവായപ്പോഴത്തേക്ക് നമുക്ക് ചാനലിന് എങ്ങനെയെങ്കിലും റീച്ച് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം വീഡിയോ അപ്ലോഡ് ആവുന്ന അപ്പോൾ തന്നെ കമൻറ്റുകൾ മാക്സിമം കൊണ്ടുവരാമെന്നൊക്കെ ഉള്ള ഐഡിയ കൊണ്ടുവന്നത് അജിത് ബ്രോ ആയിരുന്നു. അപ്പം ഫസ്റ്റ് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാനാ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ ഇമോജി കൂടെ ഒരു ട്രോഫി കൊടുക്കുന്ന പോലെ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും എനിക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ കാര്യമാണ്. അപ്പം അജിത് ബ്രോനെ പോലെ അനൂപ് സത്യ. ഇപ്പോൾ ബ്രോ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടുന്ന ആളാണ് കേട്ടോ അനൂപ് ബ്രോയും. അപ്പോൾ അനൂപ് ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കമൻറ്റ് ഇടുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന്. കാരണം എന്നും ഇതുപോലെ കമൻറ്റ് ഇടുന്നതല്ലേ. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മനസ്സിൽ പ്ലാനുള്ള കാര്യങ്ങളാണ്. സംഭവം വേറൊന്നുമല്ല, ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വരുന്ന ജാനുവരിയിൽ എങ്ങനെയും ഒന്ന് നാട്ടിൽ വന്നാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെപ്പോലെ നമ്മുടെ ചാനലിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പലരെയും പറ്റുവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണമെന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗെറ്റ് ടുഗദർ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് നോക്കട്ടെ ഫസ്റ്റ് കമൻറ്റ് ഇടുന്നവർക്ക് സമ്മാനം തരാൻ പറ്റുമെന്ന്. പ്രൈസ് കമൻറ്റ് ഇടുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഉള്ളൂ, വീഡിയോ കാണാത്തവർക്കില്ല. പിങ്കിമ നമ്മുടെ വീഡിയോ ഒന്നും കാണാറില്ല. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ബോറിംഗ് ആണെന്നാണ് പിങ്കിമ പറയാറ് അല്ലടാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് സമ്മാനം ഇല്ല, കാണുന്നവർക്കും കമൻറ്റ് ഇടുന്നവർക്കും ഉള്ളൂ. അതൊക്കെ കണ്ടോ, സർപ്രൈസാ, ഒരു കിടിലൻ സമ്മാനം. ശരിക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ട് ഇത് തോടിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാക്സിമം ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ സാധാരണ 5-6 ദിവസമൊക്കെ നമ്മൾ ട്രക്കിൽ വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് മാത്രമേ തോട് പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കുള്ളൂ. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, പറയാതെ വയ്യ. 8, 4, 6, 8, 10. മമ്മിയും നീനുസും കൂടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. കിനുവ, ചിക്കൻ, നാളത്തേക്കുള്ള ലഞ്ച്, പിന്നെ നമ്മളെ മുട്ട, ഇത്രയേ ഉള്ളൂ തൽക്കാലം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അതുകൊണ്ട് ഈ ഒരു സഞ്ചി ഉണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫുഡെല്ലാം ഇട്ടുകൊണ്ട് സാധാരണ ഗതി കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നമ്മൾ കൊണ്ടുപോകുന്ന മറ്റൊരു മേജർ സാധനമാണ് നമ്മുടെ ഗ്രീക്ക് യോഗട്ട്. ആരോ ഒരാൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആളുടെ പേര് ഞാൻ വിട്ടുപോയി. പക്ഷേ സംഭവം ഇതായിരുന്നു, നമ്മൾ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് കഴുകുന്നത്, കൈയൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ സാധാരണ ഇതിൽ മാക്സിമം സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാലും കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് വൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പോൾ ഇതിനൊരു ചെറിയ നനവും ആൽക്കഹോളിൻ്റെ അംശവും ക്ലീനിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങ് ഭയങ്കര സോപ്പിൻ്റെ സെറ്റപ്പൊന്നുമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഒരു പാത്രമാണ്. ഇത് നല്ല ഫ്രണ്ട്ലിയാണ്, വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ക്ലീനായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇത് വെച്ച് വൈപ്പ് ചെയ്ത് റണ്ണിങ്ങിലാണ് ക്ലീൻ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രം നമ്മളവിടെ കീപ്പ് ചെയ്തിട്ട് വണ്ടി എവിടെയെല്ലാം നിർത്തുമ്പോഴത്തേക്കും പ്രോപ്പർ സോപ്പോ ഹോട്ട് വാട്ടറോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. ഞാൻ മാക്സിമത്തേക്കും വണ്ടിക്കകത്തേക്ക് ക്ലീനിങ് എല്ലാം ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. സ്പൂൺ വെച്ചിട്ടാണല്ലോ കഴിക്കുന്നത്, സ്പൂണാണേലും പാത്രമാണേലും എല്ലാം. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എളുപ്പത്തിനൊരു സഞ്ചിയിൽ കീപ്പ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ ട്രക്കിൽ കൊണ്ടുപോകുന്ന സപ്ലിമെൻറ്റ്സ് വേറെ ഒന്നുമില്ല. വൈറ്റമിൻ്റെ B12 1000 mg, വൈറ്റമിൻ D 1000 mg, സിങ്കിൻ്റെ ഒരു 50 mg, പിന്നെ omega-3. അതുകൂടാതെ ഇത് ടൈലിനോളാണ്, അത്യാവശ്യം തലവേദനയോ ബോഡി പെയിനോ അങ്ങനെ എന്തെങ്കിലും പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. ഇത്രയാണ് അത്യാവശ്യത്തിന് വേണ്ട സപ്ലിമെൻറ്റ്സ് നമ്മൾ കൈ കരുതുന്നത്. പെങ്കാപ്പി, ഇതെന്നാ പരിപാടി? രാത്രി തിരിയൊക്കെ കത്തിച്ച് വെച്ച്
മന്ത്രവാദം വല്ല ആണോ? നമുക്ക് പോയി കിടന്നാലോ? എടാ ചക്കരേ വാ, സമയം 12:30 നമുക്ക് കിടക്കണം. വാ, അപ്പൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. ചെല്ല്. അതുപോലെ ഇഷാക്ക് ബ്രോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മാറ്റിച്ചായൻ്റെ ഫാമിലിയെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്, ഒരു വീഡിയോ ചെയ്യാമോ? ഉറപ്പായിട്ടും നമ്മുടെ ഇവിടെയുള്ള ഫാമിലിനെ എല്ലാവരെയും തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ നാട്ടിലുള്ള ഫാമിലി പിറവം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനുള്ളത്. അപ്പം അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജാനുവരിയിൽ നാട്ടിൽ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണിച്ച് തന്നെ എല്ലാവരും പരിചയപ്പെടുത്താം കേട്ടോ. അതുപോലെ ബേസിൽ സ്റ്റാലിൻ ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മാറ്റിച്ചേട്ടൻ്റെ വലിയ ഫാൻ, ഓൾ വീഡിയോസ് ഐ വിൽ വാച്ച്, ക്യാൻ യു സേ മൈ നെയിം ഇൻ വൺ വീഡിയോ, ഇറ്റ്സ് മൈ ഡ്രീം. അപ്പോൾ ബേസിൽ ബ്രോയുടെ ഒക്കെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഒരുമാതിരി പരിപാടിയെല്ലാം കഴിഞ്ഞു. ആ ബേസ്മെൻറ്റിൻ്റെ താഴെ ആ ഇന്നലത്തെ പൈപ്പ് മാറ്റി വെച്ചതിൻ്റെ എൻ്റെ ആ മെസ്സൊക്കെ ഇപ്പോഴും കാരണം നിറയെ മെസ്സ് കിടക്കും കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം എടുത്ത് വെച്ചു. ലോണ്ട്രി നമുക്ക് കൊണ്ടുപോകാനുള്ളത് എടുത്ത് ബാഗിൻ്റെ അകത്ത് കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്താൽ അതും കൂടെ അങ്ങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് നിർത്തി രാവിലെ പോയാൽ മതി. ശരിക്കും ഇന്നത്തേതൊരു ഉടായ്പ വീഡിയോ ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാ ചെയ്യണേ, ഞാൻ ആദ്യം ആലോചിച്ചു ഈ വീഡിയോ ഇടണോ വേണ്ടാന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ ഡെയിലി വീഡിയോ നമ്മളൊന്നും നിർത്തിയിട്ട് രണ്ടാമത് തുടങ്ങിയതല്ലേ, എന്തായാലും ഒരു സാധനം ഡെയിലി ഇടാം. കാരണം ഒന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ മടിയങ്ങ് ആയിപ്പോകും. നമ്മൾ ചെയ്യുന്ന പരിപാടി സ്ഥിരമായിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്തോളും. തന്നെയല്ല ഡെയിലി വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവിധ വിശേഷങ്ങളും കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ബോറടിക്കാത്ത വീഡിയോകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവട്ടെ അല്ലേ. അങ്ങനെ ട്രക്കൊക്കെ ഉണ്ടാകാനുള്ള ബാഗും റെഡി. Our Father who art in heaven, hallowed be thy name, thy kingdom And to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. Very help of Christians. അവരോടൊരു ബൈയും കൂടെ പറഞ്ഞേക്കാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പം നാളെ വെളുപ്പിന് 4:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് യാർഡിലേക്ക് യാത്ര തുടങ്ങണം. 6 മണിയോടുകൂടി യാർഡിൽ നിന്ന് വണ്ടി എടുക്കണം അതായത് ചേച്ചൻ പറഞ്ഞത്. അപ്പം നാളത്തെ ട്രക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. Say you want the moon, watch me learn to fly, and a mountain you could point to. I wanna climb, crazy but it's true. There's nothing I won't do. I'd risk it all for you.